ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ കിതാബ് താരീഖിലെ അദ്ദർസു റാബിയ 4ാമത്തെ പാഠം മദീന കരാർ. എന്താണ് മദീന കരാർ? നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു. അവരെ അൻസാറുകൾ സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ മദീനയിൽ വളരെ ന്യൂനപക്ഷമായിരുന്നു മുസ്ലിങ്ങൾ. കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മദീന ദഅവത്തിന് അനുയോജ്യമായ നാടായി. ദഅവത്ത് പ്രബോധനത്തിന് അനുയോജ്യമായ നാടായി. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. ഔസ്, ഹസ്രജ് ഗോത്രങ്ങളിലെ അൻസാറുകളായ മുസ്ലിങ്ങൾ, ബനു കൈനുകാ, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങൾ, ഇതുവരെ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടില്ലാത്ത ബഹുദൈവ വിശ്വാസികൾ. മദീനയിൽ അവിടെ താമസിച്ചിരുന്ന ഗോത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഔസ്, ഹസ്രജ്, പിന്നെ ബനു കൈനുകാ, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങൾ. അൻസാർ ഗോത്രങ്ങൾ ഔസ്, ഹസ്രജ്. അപ്പോൾ അൻസാർ ഗോത്രങ്ങൾ ഔസ്, ഹസ്രജ്. ജൂതഗോത്രങ്ങൾ ബനു കൈനുകാ, ബനു ഖുറൈള, ബനു നളീർ. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഗോത്രങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കണം. അൻസാറികളായ മുസ്ലിങ്ങൾ, ജൂത ഗോത്രങ്ങൾ, അതൊക്കെ മനസ്സിലാക്കട്ടോ. പിന്നെ ബഹുദൈവ വിശ്വാസികൾ ഒക്കെ മനസ്സിലാക്കാം. വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വരുമല്ലോ. അതായത് വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവർ ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾ ക്രമീകരിക്കാനും ഓരോ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനും ആവശ്യമായ ഒരു സംവിധാനം ആവശ്യമായി വരും. അതിനായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാറുണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്നറിയപ്പെട്ടു. എന്താണ് മദീന കരാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഗോത്രങ്ങളിലെ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാറുണ്ടാക്കി. അതാണ് മദീന കരാർ എന്നറിയപ്പെട്ടത്. മദീന കരാറിലെ ഉള്ളടക്കം എന്തായിരുന്നു? ആ കരാറിൻ്റെ ഉള്ളടക്കം എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങളും ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും ഒരു ദേശത്തെ ജനങ്ങളാണ്. എല്ലാവരും ഒരു ദേശത്തെ ജനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങളുണ്ട്. മദീനയെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. മദീന നിവാസികൾ ആരും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവർ ഒരു അക്രമിയെയും സഹായിക്കാനും പാടില്ല. അതായത് മദീനയിലുള്ള ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളും എല്ലാവരും ആ ദേശത്തെ ജനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടെ മതങ്ങൾ. പിന്നെ മദീനയെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. മദീനയെ മറ്റുള്ളവർ ആക്രമിക്കപ്പെടാൻ പാടില്ല. അത് എല്ലാവരും കൂടി പരസ്പരം സഹായിച്ച് അത് തടയണം. അതൊക്കെയാണ് ഈ കരാറിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകൾക്കും സമാധാനവും നീതിയും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ മദീന കരാർ. അത് മനസ്സിലാക്കാം. മദീന കരാർ ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന. മദീന കരാർ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. മദീന കരാറ്
ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സൗഹൃദത്വവും ഒക്കെ പഠിപ്പിച്ചു. നീതിയും സമത്വത്തെയും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിച്ചു. ഹൗസ് ഹസ്രജ് എന്ന അൻസാറി ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ അവർക്കിടയിൽ വലിയ തർക്കങ്ങളായിരുന്നു. അവരെ ഇസ്ലാമാണ് ഒന്നിപ്പിച്ചത്. അതൊക്കെ ഈ പാഠത്തിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. അപ്പോൾ മദീന കരാർ കൊണ്ടുള്ള ഈ ഓരോ പോയിന്റുകളും പഠിക്കണം, പൂർത്തിയാക്കി കൊടുക്കാൻ വരും. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അപ്പോൾ അവിടെ സഹവർത്തിത്വവും പഠിപ്പിച്ചു. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നമുക്കിവിടെ ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ഇതര മതസ്ഥരോട് സൗഹൃദം സ്ഥാപിച്ചു. ശരിയാണോ? അത് ശരിയാണ്. എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരി അടയാളപ്പെടുത്താം. അടുത്തതാ, മദീന കരാർ മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രം പരിഗണിച്ചത് ആണോ? അല്ല, എല്ലാവരുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും സുരക്ഷ പരിഗണിച്ചാണ് മദീന കരാർ. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് തെറ്റടയാളപ്പെടുത്താം. അടുത്തതാ, അൻസാറുകൾ ഔസ് ഹസ്രജ് ഗോത്രക്കാരായിരുന്നു. അത് ശരിയാണ്. അൻസാറുകളായ ഗോത്രക്കാരാണ് ഔസ് ഹസ്രജ്. അപ്പോൾ അത് ശരിയടയാളപ്പെടുത്താം. മദീന കരാർ എല്ലാവരുടെയും അവകാശങ്ങൾ പരിഗണിച്ചിരുന്നു. മദീന കരാർ എല്ലാവരുടെയും അവകാശങ്ങൾ പരിഗണിച്ചിരുന്നത് ശരിയാണ്. ഇനി ചർച്ച ചെയ്യാനാണ്. എന്താണ് മദീന കരാറിൻ്റെ അനിവാര്യത? എന്തായിരുന്നു? നമ്മളിവിടെ പറഞ്ഞു, വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരെല്ലാം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഉള്ള സംവിധാനമായിരുന്നു മദീന കരാറിൻ്റെ അനിവാര്യത. അതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് മദീന കരാർ. അപ്പോൾ അത് മനസ്സിലാക്കുക അവിടെ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം മദീന കരാറിലൂടെ എങ്ങനെ വായിച്ചെടുക്കാം? അതെങ്ങനെയാണ്? നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. എന്താണ്? ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി മദീന. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ മദീന കരാറിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ അത് നമുക്ക് അതിലൂടെ അത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം, എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മദീന കരാറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. ഭയപ്പെടാതെ ജീവിക്കാനൊക്കെ പറ്റി മദീനയിൽ. അതാണ് മദീന കരാർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെന്താണ്? ഈ കരാറിലെ മൂല്യങ്ങളുടെ ഇക്കാലത്തെ പ്രസക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ചർച്ച ചെയ്യാനാണ്. ഈ കരാർ പ്രകാരം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് അവസ്ഥ? ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങളുണ്ടെങ്കിലും അവിടെ പല രീതിയിലുള്ള കലഹങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമ എന്നതിലുപരി അവിടെയും പല പ്രശ്നങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നു. സ്വന്തം നാട്ടിലോ സ്വന്തം വീട്ടിലോ പോലും ഇന്ന് ഭയമില്ലാതെ ജീവിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അതൊക്കെ ചെറിയ രൂപത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്, മനസ്സിലാക്കുക. അപ്പോൾ ഉസ്താദ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയും. നമുക്ക് അടുത്തത് ഉത്തരം എഴുതാനാണ്. എന്താണ്? മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? ജൂതഗോത്രങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ബനു കൈനുക്കാ, ബനു ഖുറൈള്, ബനു നളീർ. ഇതാണ് ജൂതഗോത്രങ്ങൾ. അപ്പോൾ അതവിടെ എഴുതുക. അടുത്ത ചോദ്യം, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അത് പിന്നീട് മദീന കരാർ എന്നറിയപ്പെട്ടു. അപ്പം അത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അത് അതിൻ്റെ ആൻസർ ആക്കി എഴുതുക. പിന്നെ മദീന കരാർ എന്താണെന്ന് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം,
മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്താണ്? മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. അപ്പോൾ അതാണ് മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ. മദീനയിൽ സുരക്ഷിതമായിട്ട് എല്ലാവർക്കും താമസിക്കാൻ കഴിഞ്ഞു. എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കുന്നതായിരുന്നു ഈ കരാറ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മദീന കരാറ് എന്താണ്? മദീന കരാറ് ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതൊക്കെയാണ് മദീന കരാറ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് മദീന കരാർ എന്ന പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മദീനയിലെ അൻസാറുകളായ മുസ്ലിങ്ങളുടെ ഗോത്രങ്ങളാണ് ഔസ്, ഹസ്രജ്. അത് മനസ്സിലാക്കുക. നേരത്തെ ജൂതഗോത്രങ്ങൾ ചോദിച്ചു, അതുപോലെ അൻസാർ ഗോത്രങ്ങൾ ചോദിച്ച ഔസ്, ഹസ്രജ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നും കൂടി ഓർമ്മയാക്കിയതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.